ഹായ് ഹലോ നമസ്കാരം. അഖിലാണ്. വളരെ ചുരുങ്ങിയ ചിലവിൽ തമിഴ്നാട്ടിലെ തിരുമലൈ കോവിലിലേക്കൊരു യാത്ര. ചുരുങ്ങിയ ചിലവെന്ന് പറഞ്ഞാൽ വെറും 129 രൂപ. തിരുമലൈ കോവിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല കേട്ടോ. അല്ലു അർജുൻ്റെ പുഷ്പ ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചാണ്. അപ്പോൾ തിരുമലൈ കോവിലും കണ്ട് തിരിച്ച് ചെങ്കോട്ടയിൽ നിന്ന് ഭഗവതിപുരം വഴി പുനലൂരിലേക്കുള്ള ഒരു കുഞ്ഞു യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ. അങ്ങനെ ഞാനൊരു 9:15 കൂടി പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിലെത്തി. 9:30 ആയപ്പോഴേക്കും തെങ്കാശിയിലേക്ക് പോകുന്ന ഇൻ്റർസ്റ്റേറ്റ് ഫാസ്റ്റ് പാസഞ്ചർ ബസ് കിട്ടി. അങ്ങനെ അതിൽ കയറി ചെങ്കോട്ടയിലേക്ക് ടിക്കറ്റ് എടുത്തു. 75 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ പുനലൂരിൽ നിന്നും തെന്മല വഴി ചെങ്കോട്ടയിലേക്ക്. തിരുമലൈ കോവിലൊക്കെ പോകുന്നെങ്കിൽ മിനിമം രാവിലെ ഒരു 7 മണിക്കെങ്കിലും അവിടെ എത്താൻ നോക്കണം. അപ്പോഴേ അതിൻ്റെ ഒരു കറക്റ്റ് വൈബ് നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചിറങ്ങിയ യാത്രയല്ല കേട്ടോ. രാവിലെ ഉറക്കം എണീറ്റപ്പോൾ തിരുമലൈ കോവിലേക്ക് പോകണം എന്ന് തോന്നി. അങ്ങനെ പെട്ടെന്ന് റെഡിയായി ഇറങ്ങിയതാണ്. അതാണ് ഇത്രയും ലേറ്റായത്. ഈ കോട്ടവാസൽ കഴിഞ്ഞ് ചുരം ഇറങ്ങുന്ന സമയത്ത് തമിഴ്നാടിൻ്റെ ഒരു വ്യൂ നമുക്ക് കിട്ടും. അത് വേറെ ലെവലാണ് കേട്ടോ. പക്ഷേ ആ ഒരു വ്യൂ നമുക്ക് കിട്ടണമെങ്കിൽ ബസ്സിൻ്റെ വലത് സൈഡിൽ തന്നെ സീറ്റ് പിടിച്ചിരിക്കണം. പുനലൂരിൽ നിന്നും ചെങ്കോട്ടയിലേക്ക് 1.5 മണിക്കൂറത്തെ യാത്രയുണ്ട് കേട്ടോ. 9:30 ബസ് കയറിയ ഞാൻ 11:05 ആയപ്പോഴാണ് ചെങ്കോട്ട ബസ് സ്റ്റാൻഡിലെത്തിയത്. ഞാൻ ചെങ്കോട്ട ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു ബസ് മിസ്സായി കേട്ടോ. പിന്നെ എനിക്ക് 11:30 വന്ന SRT ആണ് കിട്ടിയത്. ഈ ബസ്സിലാണെന്നുണ്ടെങ്കിൽ കാല് കുത്താൻ ഇടമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും കഴിഞ്ഞില്ല. ചെങ്കോട്ടയിൽ നിന്ന് തിരുമലൈ കോവിൽ വരെ ഒരാൾക്ക് 12 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത്. തമിഴ് ന്യൂ ഇയർ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും തിരക്ക് അനുഭവപ്പെടുന്നത്. ക്ഷേത്ര പരിസരത്തേക്ക് ബസ്സൊന്നും വിടുന്നില്ല. അതുകൊണ്ട് ബസ് ഇറങ്ങി നടക്കാമെന്ന് തീരുമാനിച്ചു. 12 മണിക്ക് തിരുമലൈ കോവിലെത്തിയ ഞാൻ വെയിലിൻ്റെ കാഠിന്യം കാരണം 1 മണിക്കൂറോളം അവിടെ വെയിറ്റിംഗ് ഷെഡിൽ റെസ്റ്റ് എടുത്തു. പുഷ്പയിലെ ശ്രീവല്ലി എന്ന് തുടങ്ങുന്ന ഒരു പാട്ടിൽ കാണിക്കുന്ന ആ ഒരു ഭാഗം ഈ കാണുന്ന ആർച്ചൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിനി കോവിലിലേക്ക് പോകേണ്ടത്. ഒന്നുകിൽ നമുക്ക് 650 സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം വാഹനത്തിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ തന്നെ ബസ്സിൽ 10 രൂപ ടിക്കറ്റിൽ നമുക്ക് മുകളിലേക്ക് പോകാം. ഈ 2 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിൽ സ്വന്തം വാഹനം ഇല്ലാത്തത് കൊണ്ട് ഒന്നുകിൽ സ്റ്റെപ്പ് കയറി പോകണം, അതെന്തായാലും നടക്കത്തില്ല. അപ്പോൾ 2ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ബസ്സിൽ 10 രൂപ ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് പോകുക എന്നുള്ളതാണ്. അങ്ങനെ 1 മണിയായപ്പോൾ ഞാനും ക്യൂവിൽ നിന്നു കേട്ടോ. 1 മണിക്ക് ക്യൂവിൽ നിന്ന് എനിക്ക് ടിക്കറ്റ് കിട്ടിയപ്പോൾ 2 മണിയായി. 10 രൂപയാണ് അങ്ങോട്ടേക്ക് പോകാനുള്ള ടിക്കറ്റ്. തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഇതുപോലെ വീണ്ടും ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഞാൻ ടിക്കറ്റ് എടുത്തെങ്കിലും സമയം 2 മണി കഴിഞ്ഞതുകൊണ്ട് മുകളിലേക്ക് പോയില്ല കേട്ടോ. കാരണം 3:20 ചെങ്കോട്ടയിൽ നിന്ന് പുനലൂരിലേക്ക് ട്രെയിനുണ്ട്. അത് മിസ്സാകുമെന്ന് കരുതി തിരുമലൈ കോവിലിൽ നിന്ന് ബസ് കയറി. 2:40 ചെങ്കോട്ടയിൽ ട്രെയിൻ എത്തിയതെങ്കിലും കറക്റ്റ് 3:20 ആയപ്പോഴാണ് ട്രെയിൻ എടുത്തത്. ചെങ്കോട്ടയിൽ നിന്ന് പുനലൂരിലേക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. തിരുമലൈ കോവിലിൽ നിന്ന് തിരിച്ചു വന്നതും അങ്ങോട്ടേക്ക് പോയ അതേ ബസ്സിൽ 12 രൂപ ടിക്കറ്റിലാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെങ്കാശിയും ഭഗവതിപുരവും തിരുമലൈ കോവിലും ഒക്കെ എത്ര തവണ കണ്ടാലും മതിവരാത്ത സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ. ഓരോ തവണ ഇവിടേക്ക് വരുമ്പോഴും ആദ്യമായി വരുന്നൊരു ഫീല് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. പുനലൂർ ചെങ്കോട്ട റെയിൽവേ പാതയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തൂടെയാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലം ഏതാണെന്നല്ലേ? ഭഗവതിപുരം. നമ്മുടെ പാലക്കാടും പൊള്ളാച്ചിയൊക്കെ പോലെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മൾ ഈ ചെങ്കോട്ടയിൽ നിന്ന് പുനലൂരിലേക്ക് പോകുമ്പോഴുള്ള തമിഴ്നാട്ടിലെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഭഗവതിപുരം.
അങ്ങനെ 3:20 ട്രെയിൻ 5:40 ആയപ്പോഴേക്കും പുനലൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അടുത്തൊരു തിരുമലൈക്കോവിൽ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.